ഹലോ ഫ്രണ്ട്സ്, സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ബി സ്കൂൾ അഗെയിൻ ഒരു ഹൈ ROI ബി സ്കൂൾ ആണ്. പക്ഷേ ബെസ്റ്റ് ബി സ്കൂൾ ആണോ, ടോപ്പ് ബി സ്കൂൾ ആണോ, ടോപ്പ് 30 ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ടോപ്പ് 40-50 ആണോ എന്ന് ചോദിച്ചാലും സ്ലൈറ്റ്ലി ഏതാണ്ട് ആ ഒരു റേഞ്ചിൽ വരുന്ന ഒരു 45 to 55 ആ ഒരു റേഞ്ചിൽ റാങ്കിങ്ങിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ബി സ്കൂൾ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം IITസിലെ MBA കുറിച്ച്. അപ്പൊ IITസിൽ പല IITസിലും ഇപ്പം റീസെന്റ് നോക്കുകയാണെങ്കിൽ IIT മന്ദി, IIT ഗുവാഹട്ടി ഒക്കെ ഈ പറയുന്ന MBA പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ഈ IIT എന്ന് പറയുമ്പോൾ ഒബിയസ്ലി IIT എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു ഏറ്റവും വലിയൊരു ബ്രാൻഡാണ്. IIMനെക്കാളും വലിയ ബ്രാൻഡാണ് IITs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വെൻ യു സേ പറഞ്ഞ IITന് അപ്പം കിട്ടുന്ന ലെവറേജ് വേറെ ഒന്നിനും കിട്ടാറില്ല പൊതുവെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോയിന്റ് ഓഫ് വ്യൂല്. പക്ഷേ ഈ IITസിന്റെ MBA പ്രോഗ്രാമിനെ കുറിച്ച് എല്ലാവരും ചോദിക്കുമ്പോൾ നമുക്കറിയാം IIT ബോംബെ അല്ലെങ്കിൽ IIT ഡൽഹിയുടെ ഒക്കെ MBA പ്രോഗ്രാംസ് ആസ് ഗുഡ് ആസ് ഒരു ഓൾഡ് IIMs MBA ചെയ്യുന്നത് പോലെ തന്നെയാണ്. ആൻഡ് IIT ഖരഗ്പൂരിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ന്യൂ IIMസിനെക്കാളും മികച്ച MBA പ്രോഗ്രാം ആണ് അവർ കൊടുക്കുന്നത്. ഇപ്പം BG സോം, വിനോദ് ഗുപ്ത സ്കൂൾ ഓഫ് മാനേജ്മെന്റ് IIT ഖരഗ്പൂർ ഒക്കെ. പിന്നെ വരുമ്പോൾ IIT റൂർക്കി, IIT കാൺപൂർ ലൊക്കെ MBAs ഉണ്ട്, വിച്ച് ആർ ഓൾസോ ലൈക്ക് അറൌണ്ട് ഇപ്പൊ ഒരു ജനറൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ 93-94% അല്ലെങ്കിൽ 92-93% ഒക്കെ കയറാൻ പറ്റുന്ന MBAs ആണ്. അപ്പൊ അവിടെ ആണെങ്കിലും ഒരു ഹൈ ROI ആണ്. എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ സോർട്ട് ഓഫ് MBA ആണ്. പക്ഷെ ROI വൈസ് നോക്കുമ്പോഴത്തേക്കും വളരെ നല്ലതാണ്. യു ഗെറ്റ് ഒരു IIT ബ്രാൻഡ് കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള IITസിലെ ഏറ്റവും മികച്ച MBA എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പിന്നെ ഉള്ള ഒരു MBA കൊടുക്കുന്ന ഒരു ഡീസന്റ് IIT മദ്രാസും ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ IIT ധൻബാദ് ആണ്. ഈ IIT ധൻബാദ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സ്കൂൾ ഓഫ് മൈൻസ് എന്ന് പറയുന്ന കോളേജ് കൺവേർട്ട് ചെയ്തിട്ടാണ് IIT ധൻബാദ് ആയിട്ടുള്ളത്. അപ്പം അതങ്ങനെയാണ് സംഭവിക്കുക. അതായത് ഇപ്പം NIT കാലിക്കറ്റ് പണ്ട് REC ആയിരുന്നു, റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്ന കേരള യൂണിവേഴ്സിറ്റി, ഐ തിങ്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓർ കേരള യൂണിവേഴ്സിറ്റിയുടെ അടിയിലുള്ള ഒരു കോളേജിനെയാണ് അവർ പിന്നീട് കൺവേർട്ട് ചെയ്ത് NIT കാലിക്കറ്റ് ലേറ്റ് 1990s എന്ന് പറയുന്ന പോലെ IIT ധൻബാദ് അങ്ങനത്തെ ഒരു ബി സ്കൂളാണ്. പക്ഷെ ഒരുപാട് ലെഗസി ഉള്ള ബി സ്കൂളാണ്. വൺ ഓഫ് ദി ഓൾഡ് IITs തന്നെയാണ് ഈ IIT ധൻബാദ് എന്ന് പറയുന്നത്. ഇവരുടെ MBA പ്രോഗ്രാം എങ്ങനെയുണ്ടെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ അനലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഡീറ്റെയിൽസിലോട്ട് വരികയാണെങ്കിൽ 2 MBA പ്രോഗ്രാം ഉണ്ട് ഇവിടെ. MBA കോർ, അതായത് ഒരു ജനറൽ MBA പ്രോഗ്രാം, ആൻഡ് ദർ ഇസ് ആൻ MBA ഇൻ ബിസിനസ് അനലിറ്റിക്സ്. ബിസിനസ് അനലിറ്റിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്കാർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. കോർ പ്രോഗ്രാമിലാണെങ്കിൽ 90 സീറ്റ്സ് ഉണ്ട്, ആൻഡ് മറ്റൊരിൽ 30 സീറ്റ്സ് ഉണ്ട്. അപ്പൊ ടോട്ടൽ ഒരു 120 സീറ്റ്സ് ആണ് അടുത്ത വർഷം തൊട്ട് ഉണ്ടാകാൻ പോകുന്നത്. ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് ഒക്കെ ഓക്കെയാണ്. ജെൻഡർ റേഷ്യോ ഇപ്പോഴത്തെ സെക്കൻഡ് ഇയേഴ്സിന് അവിടുത്തെ MBA പഠിക്കുന്ന ആൾക്കാർക്ക് ഒരു 20% ആയിരുന്നു, പക്ഷേ ജൂനിയേഴ്സിന് 40%. സോ ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഇംപ്രൂവിങ്. വർക്ക് എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 50% ഫ്രഷേഴ്സ് ആണ്. ഒരു 40% വർക്കിക്സ് ഉള്ളവർ IT വർക്കിക്സ് എടുത്തിട്ടാണ് വരുന്നത്. എഞ്ചിനീയേഴ്സ് ആണ് 70%. ഇതെല്ലാം പൊതുവേ ഉള്ളൊരു ബി സ്കൂളിന്റെ ഒരു സാധനം തന്നെയാണ്. ഇതിലൊന്നും എനിക്ക് വ്യത്യാസം ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇനി ഈ കോളേജിനെ കുറിച്ച്, അതായത് ബാക്കിയുള്ള കോളേജിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് അഗെയിൻ ഫീസ് വളരെ കുറവാണ്. 3.6 lakhs മറ്റോ ആണ് 2 വർഷത്തേക്കുള്ള കംപ്ലീറ്റ് ഫീസ് വരുന്നത്. ഫോർ എ ജനറൽ OBC EWS കാൻഡിഡേറ്റ്, SC/ST കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ PWD കാൻഡിഡേറ്റ്സിന് 70,000 എന്തോ ഫീസ് ഉള്ളൂ. അതും സ്കോളർഷിപ്പിൽ കവർ ചെയ്യാം എന്നാണ് പറയപ്പെടുന്നത്. സോ അത് ഒരു നല്ല കാര്യമാണ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ കോളേജിൽ എപ്പോഴും ഈ പറയുന്ന ബി സ്കൂൾ വേഴ്സസ് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ MBA എടുക്കുന്ന സമയത്ത് നിങ്ങളായിരിക്കില്ല അവിടുത്തെ സെന്റർ ഓഫ് അട്രാക്ഷൻ. അത് വളരെയധികം റിഫ്ലക്ട് ചെയ്യുന്ന കുറെ പാരാമീറ്റേഴ്സ് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. ഉദാഹരണത്തിന് ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ഹോസ്റ്റൽസ്. അതിൽ ഗേൾസ് കനോട്ട് എൻ്റർ ബോയ്സ് ഹോസ്റ്റൽ. ഗേൾസിന് 12 മണിക്ക് കർഫ്യൂ ഉണ്ട്, 10 മണിക്ക് ക്യാമ്പസിൽ കയറണം. ഇതൊക്കെ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനറലി ഇതൊരു UG കോളേജ് ആണ്, BTech കോളേജ് ആണ്. ഏത് IIT എടുത്താലും ഇങ്ങനെയുള്ള കോളേജ് ഒക്കെ. അപ്പൊ അവര് ഒരു റൂൾസ് ഒരിക്കലും ഒരു 90 ബാച്ച് സൈസ് ഉള്ള ഒരു 5000 പേര് പഠിക്കുന്ന ഒരു കോളേജ് അല്ലെങ്കിൽ 10,000 പേര് പഠിക്കുന്ന ഒരു കോളേജിൽ 90 ബാച്ച് സൈസ് വരുന്ന ഒരു MBA പ്രോഗ്രാമിന്, അല്ലെങ്കിൽ 2 വർഷം ചേർത്ത് 150 അല്ലെങ്കിൽ 200 പേരുള്ള ഒരു പ്രോഗ്രാമിന് മാത്രം അവർ പുതിയ റൂൾസ് ഉണ്ടാക്കില്ല. PhD സ്റ്റുഡൻസിന് ഫ്ലെക്സിബിലിറ്റി കൊടുക്കും. അതായത് PhD സ്റ്റുഡൻസിന്, റിസർച്ച് സ്റ്റുഡൻസ് ആണ്, അവർക്ക് 24 hours വർക്ക് ചെയ്യേണ്ടി വരും, ലാബിൽ പോകാൻ അതൊക്കെ കൊടുക്കേണ്ടി വരുമെങ്കിലും ഇവിടെ ഒരു എന്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം, ഇപ്പൊ ഈവൻ മാസ്റ്റേഴ്സ് പ്രോഗ്രാം, ഇപ്പം എന്റെ ഒരു ഫ്രണ്ട് NIT സൂറത്കൽ MTech ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അവനും പറഞ്ഞ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, BTech സ്റ്റുഡൻസിനുള്ള റെസ്ട്രിക്ഷൻ മൊത്തം ഇവർ മാസ്റ്റർ സ്റ്റുഡൻസിനും കൊടുക്കും. കാരണം അവർക്ക് മാത്രമായിട്ട് അവരൊരു പ്രത്യേക ഇതൊന്നും കൊടുക്കാറില്ല. എന്നിരുന്നാലും പൊതുവെ ഇറ്റ്സ് എ ഗവൺമെന്റ് കോളേജ്, ഇറ്റ്സ് ആൻ IIT ഹ്യൂജ് ക്യാമ്പസ്. വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. എസ്പെഷ്യലി നിങ്ങളിപ്പോ ഒരു നാട്ടിലൊക്കെ പഠിക്കുന്ന ഒരു എന്താ പറയാ, ഒരു കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ, നാട്ടിലെ കോളേജിൽ ഉള്ളത്ര റെസ്ട്രിക്ഷൻ ഞാൻ ഇന്ത്യയിൽ എവിടെയും കണ്ടിട്ടില്ല. അത്ര അധികം മോശം റെസ്ട്രിക്ഷൻസും കർഫ്യൂവും ജെൻഡർ ഇൻഇക്വാളിറ്റി ഒക്കെ എല്ലാ രീതിയിലും കാണിക്കുന്ന കോളേജസ് ആണ് നമ്മുടെ നാട്ടിലുള്ളത്, ഇൻക്ലൂഡിംഗ് ടോപ്പ് നെയിംസ്
പറയപ്പെടുന്ന ഈ CET അത് ഇതെന്നൊക്കെ പറയുന്ന കോളേജ് ഉൾപ്പെടെ. അപ്പോ എന്റെ പോയിന്റ് ബി, ആ ഒരു ലെവൽ ഓഫ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രീഡം നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ സ്റ്റിൽ ദർ ഇസ് ദിസ് തിങ്. കാരണം ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഒരു IIM ബി സ്കൂളിൽ പഠിച്ചാണ്. ബി സ്കൂൾ, അതായത് MBA പഠിക്കുന്നവർ മാത്രം സ്റ്റേ ചെയ്യുന്ന ഒരു കോളേജ് പഠിച്ചപ്പോൾ അബ്സല്യൂട്ട്ലി ഈ വാർഡൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല. ഹോസ്റ്റൽസ് കംപ്ലീറ്റ്ലി ഓപ്പൺ ആണ്. ഗേൾസ് ബോയ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എൻട്രി റെസ്ട്രിക്ഷൻസ് ഇല്ല. സോ എ ലോട്ട് ഓഫ് ഗ്രൂപ്പ് ഡിസ്കഷൻസ്, എ ലോട്ട് ഓഫ് കേസ് കോമ്പറ്റീഷൻ ഡിസ്കഷൻസ്, ഗ്രൂപ്പ് സ്റ്റഡീസ്, പാർട്ടീസ് അല്ലെങ്കിൽ സ്പോർട്സ് ഇവന്റ്സ് ഒക്കെ ലേറ്റ് നൈറ്റ് ഒക്കെ നടക്കുന്നത് നമ്മൾ സ്ഥിരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. അപ്പൊ ഐ ഫീൽ ലൈക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനത്തെ പല കോളേജസിലും പോയി കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അൺലെസ് ഇപ്പൊ എനിക്ക് തോന്നുന്നു IT ബോംബെയിലൊക്കെ ഒരു സെപ്പറേറ്റഡ് ആണ്. ഐ മീൻ MBA പ്രോഗ്രാം എന്ന് പറയുന്നത് ഹാസ് ബിക്കം ടു ബിഗ് ദാറ്റ് ഇറ്റ്സ് എ ബ്രാൻഡ് ഇൻ ഇറ്റ്സെൽഫ് ആൻഡ് ഇറ്റ്സ് എ സെപ്പറേറ്റ് ക്യാമ്പസ് ഇൻ ഇറ്റ്സെൽഫ്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ബി ഫൈൻ. പിന്നെ ടെക് ഫെസ്റ്റ്, പ്രോ ഷോസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ബിക്കോസ് ഇറ്റ്സ് എൻ IIT ക്യാമ്പസ്. അവിടുത്തെ നിങ്ങളുടെ ഈ പറയുന്ന ബിടെക്കാർ നടത്തുന്ന എല്ലാ ഫെസ്റ്റിലും ഒക്കെ നിങ്ങൾക്ക് ആക്സസ് കിട്ടും. ബട്ട് യു വോണ്ട് ബി ദി വൺസ് വിൽ ബി ഡ്രൈവിംഗ് ഇറ്റ്, റൈറ്റ്? പക്ഷെ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ പ്ലേസ്മെന്റ് മെയിൻ കാര്യത്തിലോട്ട് വരുന്ന സമയത്ത് ക്ലാസ്സും ബാക്കിയെല്ലാം ഇങ്ങനെ നടന്നു പോകും. യു ഗെറ്റ് എൻ IIT ബ്രാഞ്ച്, യു ഗെറ്റ് ടു സ്റ്റേ ഇൻ IIT ക്യാമ്പസ്, യു വിൽ ബി അലോട്ടഡ് ആൻ ഹോസ്റ്റൽ. ആ ഹോസ്റ്റലിലെ തന്നെ മെസ്സ് നിങ്ങൾ ആക്സസ് ചെയ്യണം. അതായത് ഇറ്റ്സ് നോട്ട് ലൈക്ക് യു ക്യാൻ ആക്സസ് എനി അതർ മെസ്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ IIT മദ്രാസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ UG സ്റ്റുഡൻസിന് ഏത് മെസ്സിൽ വേണമെങ്കിലും, അല്ലെങ്കിൽ ഈവൻ NIT കാലിക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏത് മെസ്, ഇപ്പൊ സൗത്ത് ഇന്ത്യൻ മെസ്, നോർത്ത് ഇന്ത്യൻ മെസ്, അങ്ങനെ ഏത് മെസ്സിലും ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് അലോട്ട് ചെയ്ത ഹോസ്റ്റലിലെ മെസ്സ് തന്നെ നിങ്ങൾ ആക്സസ് ചെയ്യേണ്ടി വരും. ബാക്കി IITsന്റേതായ ക്യാമ്പസ് ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൊക്കേഷൻ വൈസ് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം അത്ര ആക്സസിബിൾ അല്ല. പക്ഷെ അത് എല്ലാ ബി സ്കൂളും അല്ലെ എല്ലാ കോളേജും, ഇപ്പം ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ ഒക്കെ ഉള്ള IIM ബാംഗ്ലൂർ, അല്ലെങ്കിൽ ഡൽഹിയിലുള്ള FMS, അല്ലെങ്കിൽ IMI 4, അല്ലെങ്കിൽ IIFT ഒക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുംബൈയിലുള്ള SP Jain ഒക്കെ എടുത്ത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ലൊക്കേഷൻ ഡിസഡ്വാൻറ്റേജ് അത്ര വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആവില്ല. കോളേജ് നല്ലതാണെങ്കിൽ. ഇപ്പൊ ഉദാഹരണത്തിന് IIM ഷില്ലോങ് എന്ന് പറയുന്ന അത്രയും റിമോട്ട് ആയിട്ടുള്ള ഒരു കോളേജ് ആയിട്ട് പോലും ദേ ആർ നൗ ഇൻ ദ റേഞ്ച് ഓഫ് ബ്ലാക്ക്, റൈറ്റ്? അതിലോട്ട് വരാൻ പോവല്ലേ. അപ്പൊ ആ ലെവലിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. അതേ സമയത്ത് തുടങ്ങിയ IIM റോട്ടക് വിച്ച് ഈസ് വെരി ആക്സസിബിൾ ഫ്രം ഡൽഹി, അവര് ഇപ്പോഴും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഐ മീൻ ഇൻ ദ സെൻസ്, ഐ മീൻ എമംഗ് ദി ന്യൂ IIMs കുറച്ച് താഴെയാണ് ഇപ്പോൾ ഉള്ളത്. ദാറ്റ് മീൻസ് ലൊക്കേഷൻ അലോങ് വോണ്ട് ഡു മച്ച് ഡിഫറൻസ് പ്രൊവൈഡഡ് ദി കോളേജസ് ലൈക്ക് ഡീസന്റ്. പക്ഷെ ആക്സസിബിലിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ആഴ്ചയും വീട്ടിൽ പോകണം, അല്ലെങ്കിൽ എല്ലാ മാസവും വീട്ടിൽ പോകണം, നടക്കില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ MBA ചെയ്ത സമയത്ത് 2 years ഒരൊറ്റ തവണ ക്യാമ്പസിനെ പുറത്തിറങ്ങിയിട്ടുള്ളൂ. ഐ എം നോട്ട് ഈവൻ എക്സാജറേറ്റിംഗ് ബിക്കോസ് വി ആർ ഹാവിംഗ് റെസ്ട്രിക്ഷൻസ് ടു. കോവിഡ് ആണ്. അപ്പം പുറത്തിറങ്ങി കഴിഞ്ഞാൽ 7 days ക്വാറന്റൈനിൽ നിന്നാലേ അകത്ത് കയറാൻ പറ്റുള്ളൂ. അപ്പൊ അകത്ത് വന്നിട്ട് ക്വാറന്റൈനിൽ നിൽക്കണം എന്നുള്ളത് കൊണ്ട് നമ്മളാരും പുറത്ത് പോയിട്ടില്ല. പക്ഷെ വി നെവർ ഫെൽറ്റ് ലൈക്ക് ഗോയിങ് ഔട്ട്സൈഡ് ഓൾസോ ബിക്കോസ് ക്യാമ്പസിനകത്ത് തന്നെ ലോട്ട് ഓഫ് തിങ്സ് ആർ ഹാപ്പനിങ്. വൺ ബ്യൂട്ടിഫുൾ ഹ്യൂജ് ക്യാമ്പസ്, ലോട്ട് ഓഫ് തിങ്സ് ടു ഡു ദേർ, ലോട്ട് ഓഫ് നെറ്റ്വർക്കിംഗ് വിൽ ഹാപ്പൻ. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇവന്റ്സ്, ഫെസ്റ്റ്, അത് ഇത് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വല്ലപ്പോഴും എന്തെങ്കിലും ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിക്കാൻ ക്രേവ് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ ഓർഡർ ചെയ്യും എന്നുള്ളത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ you have enough things to do inside the campus. So എല്ലാ രണ്ടാഴ്ചയും 3 ആഴ്ചയും കൂടുമ്പോൾ വീട്ടിൽ വരണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് MBA is for you because അത് അത്രയും റിഗറസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ്. അപ്പം ഇറസ്പെക്റ്റീവ് ഓഫ് ദി ലൊക്കേഷൻ, ഇപ്പൊ നിങ്ങൾ ഇപ്പം ഡൽഹിയിലാണ് പഠിക്കുന്നത്, ഇൻഡോറിലാണ് പഠിക്കുന്നത്, ട്രിച്ചിയിലാണ്, എവിടെയാണെങ്കിലും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി വരാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ ഡയലൂട്ടിങ് ഓൺ യുവർ MBA എക്സ്പീരിയൻസ്, which I won't recommend. Rather, you should not take an MBA is what I feel. So, I mean, location wise അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഇതാണ് ഇതിന്റെ റിയാലിറ്റി. ഐ മീൻ എപ്പോഴും നിങ്ങൾ നാട്ടിൽ വരുന്നൊന്നും നിങ്ങൾ ഒരു പ്രയോറിറ്റി ആയിട്ട് എടുക്കണ്ട. അല്ലെങ്കിൽ വീട്ടിന്റെ അടുത്തുള്ള കോളേജാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോവാം. ദാറ്റ്സ് നോട്ട് ഹാപ്പനിങ്. ഐ മീൻ അങ്ങനെ നിങ്ങൾ വിചാരിച്ചൊരു ഡിസിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ പറയുമ്പോൾ 5 kilometers away from ധൻബാദ് റെയിൽവേ സ്റ്റേഷൻ ആണ്. റെയിൽവേ സ്റ്റേഷൻ ഇസ് വെരി നിയർ ബൈ. ബട്ട് എയർപോർട്ട് ഇപ്പം അടുത്തുള്ള എയർപോർട്ട് ദിയോഗർ ആണ്. പക്ഷെ ദിയോഗറിൽ ബാംഗ്ലൂരോട്ടൊക്കെ ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ ലിമിറ്റഡ് ഫ്ലൈറ്റ്സ് ആണ്. ദുർഗാപൂർ ആണ് ഏറ്റവും അടുത്തുള്ള പ്രോപ്പർ എയർപോർട്ട് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ കൊൽക്കത്ത എയർപോർട്ട് ഒക്കെയാണ് അടുത്തായിട്ട് വരുന്നത്. അപ്പം അത് നിങ്ങളൊരു ട്രെയിൻ പിടിച്ചിട്ട് പോയി ഫ്ലൈറ്റ് കയറേണ്ടി വരും. അങ്ങനെയാണ് അതിന്റെ ഒരു ആക്സസിബിലിറ്റി വൈസ് നോക്കിക്കഴിഞ്ഞാൽ. ഫീസ് വൈസ് ഞാൻ പറഞ്ഞു നല്ലതാണ്. ഈ പ്ലേസ്മെന്റിലോട്ട് വരുമ്പോൾ സമ്മർ ഇന്റേൺഷിപ്പ് എല്ലാവർക്കും അറിയാം. ഇപ്പൊ എല്ലാ IIMs ഉൾപ്പെടെ സമ്മർ ഇന്റേൺഷിപ്പിന് എല്ലാവരെയും പ്ലേസ് ആക്കാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ് സ്ലോ ഡൗൺ ആണ്. പക്ഷെ നിങ്ങൾ കയറി നിങ്ങളുടെ ഫൈനൽസ് ആവുന്ന സമയത്ത് മാർക്കറ്റ് നല്ല രീതിയിൽ വരണം. അത് യൂഷ്വലി ഇറ്റ്സ് എ സൈക്കിൾ വേർ. ഇപ്പൊ കോവിഡ് കഴിഞ്ഞ സമയത്ത് ഒരുപാട് പ്രൊജക്ട്സ് ഒക്കെ വന്നിട്ട് കമ്പനീസ് വേറെ ഓവർ ഹയറിംഗ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അവര് ആ ഓവർ ഹയറിംഗ് നിർത്തി അവര് ഈ 1-2 വർഷമൊക്കെ ഹയറിംഗ് കുറച്ച് കറക്റ്റ് ചെയ്യാണ്. സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ മാർക്കറ്റ് കറക്ഷൻ വരുന്ന പോലെ ഇറ്റ്സ് എ കറക്ഷൻ ഫേസ്. 2 years കഴിഞ്ഞാൽ അഗെയിൻ അത് തിരിച്ചു തന്നെ വരും. ഇത് ആദ്യമായിട്ടൊന്നുമില്ല ലോകത്ത് സംഭവിക്കുന്നത്. ഇറ്റ്സ് യൂഷ്വൽ സൈക്കിൾ. അല്ലാതെ ഇത് കണ്ടിട്ട് നിങ്ങൾ ഇപ്പോഴത്തെ മാർക്കറ്റിനെ മൊത്തമായിട്ട് ഇനി MBA ഒന്നും ജഡ്ജ് ചെയ്യാനൊന്നും ആയിട്ടില്ല. ഇറ്റ്സ് ലൈക്ക് എ യൂഷ്വൽ അപ്പ് ആൻഡ് ഡൗൺ കർവ് വിച്ച് ഈസ് ഹാപ്പനിങ്. അത് തന്നെ ഇപ്പൊ സംഭവിക്കുന്നുള്ളൂ.
അപ്പൊ നിങ്ങളുടെ ഫൈനൽസ് ആവുന്ന സമയത്ത് നല്ല രീതിയിൽ പ്ലേസ്മെന്റ് വരാൻ ചാൻസസ് ഉണ്ട്. സമ്മേഴ്സ് IIMs ഉൾപ്പെടെ സ്ട്രഗിൾ ചെയ്യാണ്. ഇവിടെ നിന്ന് സമ്മേഴ്സ് മെജോറിറ്റി ആൾക്കാരും ക്യാമ്പസിൽ നിന്ന് കിട്ടുന്നതല്ല, പുറത്ത് നിങ്ങൾ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്ത് എവിടെന്നെങ്കിലും ഇന്റേൺഷിപ്പ് ചെയ്യുന്നു. അതിൽ 2 months ഇന്റേൺഷിപ്പ് ആണ്. ഫൈനൽസ് ആവുന്ന സമയത്ത് ഏതാണ്ട് ഒരു 10 to 14 LPA റേഞ്ചിൽ പാക്കേജ് കിട്ടി പോകുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരും പ്ലേസ്ഡ് ആവുന്നുണ്ട്. പക്ഷേ ഇപ്പം BCG, Bain, McKinsey, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ ഒക്കെ വരുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ഇറ്റ്സ് അഗൈൻ tier 2 കമ്പനീസ്, മോസ്റ്റ്ലി യൂണിക്കോൺസ്. ലൈക്ക് ഇപ്പൊ അടുത്ത് IPOക്ക് പോയ കമ്പനിയാണ് ഡിജിറ്റ് പോലത്തെ കമ്പനീസ്, അല്ലെങ്കിൽ കോഗ്നിസന്റ് പോലെയുള്ള ലെഗസി കമ്പനീസ്. അപ്പൊ കോഗ്നിസന്റ് നമ്മുടെ നാട്ടിൽ കൊടുക്കുന്ന 3.5 LPA അല്ല ബി സ്കൂളിൽ കൊടുക്കുന്നത്. ദേ പേ അറൌണ്ട് 14-15 lakhs ഫോർ എ കൺസൾട്ടന്റ് റോൾ. അങ്ങനെയുള്ള രീതിയിൽ കൊടുക്കുന്ന റോൾസും വരാറുണ്ട്. മൊത്തത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഇഫ് യു ആർ ഇൻ എ സ്റ്റാഗ്നന്റ് കരിയർ, ഒരു 2-3 വർഷമായിട്ട് 5 LPA റേഞ്ചിലൊക്കെ ആണ് കിട്ടുന്നുള്ളൂ, ആൻഡ് യു വോണ്ട് ടു ഡു എ ഹൈ ROI MBA, ഇത്തവണത്തെ പെർസെന്റേജ് ഈസ് ഇൻ ദ റേഞ്ച് ഓഫ് പെർസെന്റേജ് അഗൈൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് അറിയില്ലെങ്കിലും ഇതിന്റെ ഒരു 75+% ഒക്കെ ഉള്ള ജനറൽ കാൻഡിഡേറ്റ്സിനും ഒരു 65+ ഒക്കെ ഉള്ളത് OBC EWS കാൻഡിഡേറ്റ്സിനും ഒക്കെ അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷേ ഇഫ് യു ആർ ഹാവിംഗ് മോർ ദാൻ 80 ജനറൽ കാൻഡിഡേറ്റ്സ്, വെരി ഗുഡ് ഓപ്ഷൻ. ആൻഡ് ഇഫ് യു ആർ ഹാവിംഗ് മോർ ദാൻ 70 OBC കാൻഡിഡേറ്റ്സിനും നല്ല ഓപ്ഷനാണ്. സോ അതാണ് വിത്ത് റിഗാർഡ് ടു ഇതിന്റെ കട്ട് ഓഫ്. അപ്പൊ നിങ്ങൾ ഓൾറെഡി ഒരു നാട്ടിലെ സാധാ എഞ്ചിനീയറിംഗ് കോളേജ്, ആർട്സ് കോളേജിലൊക്കെ ആണ് നിങ്ങളുടെ UG ചെയ്തത്, ആൻഡ് ഇഫ് യു ആർ എ ഫ്രഷർ and if you want to study in the national level institution, or if you want to progress your career because you're stuck there, stagnant there, and you don't have a lot of money to spend, or you didn't get like say a 90, 95, 98%, but badly want to do an MBA this year, then IIT Dhanbad will be a decent option for you. So ഇതാണ് എനിക്ക് IIT ധൻബാദിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അഗൈൻ ടേക്ക് യുവർ ഓൺ ഡിസിഷൻ. നിങ്ങൾ കൂടുതൽ IIT ധൻബാദിനെ കുറിച്ച് പഠിക്കുക. ഞാൻ എൻ്റെ ഒരു ബ്രോഷറും കൂടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇവരുടെ ബ്രോഷറിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ഉണ്ടാവും. ബട്ട് ഇതെല്ലാം എനിക്ക് പറഞ്ഞത് അവിടെ തന്നെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. സോ മാക്സിമം ജെന്യൂൻ ആയിട്ട് ശരിക്കും ഉള്ള പ്രോസും കോൺസും എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ബി സ്കൂൾ പ്രോസസ്, അഡ്മിഷൻ പ്രോസസ്. ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ഒക്കെ നല്ലോണം നടക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇന്റർവ്യൂ പ്രിപ്പറേഷൻ മാക്സിമം മോക്ക് ഇന്റർവ്യൂസ് എടുക്കുക, മാക്സിമം പ്രിപ്പയർ ചെയ്യുക, ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യരുത്. ബിക്കോസ് കാറ്റിന് നിങ്ങൾ എന്തൊക്കെ എഫേർട്ട് ഇട്ടു, സാറ്റിന് എന്തൊക്കെ എഫേർട്ട് ഇട്ടു, ഇറ്റ്സ് ഓൾ ഗുഡ്. ബട്ട് ദെൻ ഇഫ് യു ഡോണ്ട് പുട്ട് ഇൻ ദാറ്റ് എഫേർട്ട് നൗ ഫോർ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ, എല്ലാം ഇതുവരെ മറ്റേ വെള്ളം നിറച്ചിട്ട് അവസാനം കൊണ്ടിട്ട് കാലം ഉടയ്ക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാവും. സോ ഡോണ്ട് ഡു ദാറ്റ്. സോ താങ്ക്സ് ലോട്ട് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.